കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പൊട്ടു തൊട്ടാൽ കള്ളനെയും കാത്തിരുന്നാൽ കാലം കരകവിയും കാളിന്റെ പോലെ കൈ നിറയെ വളയണിഞ്ഞാൽ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ സരഗമയൊരു പാൽപ്പുഴ പോലെ കണിവിളക്കിൻ തങ്കനാളമായി നിൻ മുന്നിൽ ഇന്നു പുര നിറഞ്ഞു വന്നു നിൽക്കുമ്പോൾ മറുപടി നീ ചൊല്ലാതിന്റെ മണിമുകിലെ പെയ്യാതിന്റെ നിന്റെ പെണ്ണിനെ കണ്ടാൽ എന്നെ ഇവിടെ വെച്ച് കണ്ട ഞാനാ പാട്ടുപാടി നല്ല കുഴപ്പമില്ല കണ്ണ. ഹലോ, ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനാ. ഒന്ന് വരൂ. തന്നെ ഞാൻ ഇതിനു മുമ്പേ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇയാളല്ലേ വിസ്മയുടെ അസിസ്റ്റന്റായി മ്യൂസിക് പ്രോഗ്രാമിന് ഞങ്ങളുടെ വീട്ടിൽ വന്ന്? അവിടെ വെച്ച് എന്നെ കണ്ടുകാണല്ലോ. കണ്ടു, ശരിക്കും കണ്ടു. അപ്പോ ഞാൻ അന്വേഷിച്ചു വന്നത് കൃത്യ സ്ഥലത്താ. ഞങ്ങള് അടുത്ത ടൗണിലേക്ക് പോകുന്ന വഴിയാ വിസ്മയുടെ പാട്ട് കേട്ടത്. കാർ അവിടെ നിർത്തിയിട്ട് പാട്ട് കേട്ട സ്ഥലം അന്വേഷിച്ചു വന്നതാ. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കാണല്ലേ? വിസ്മയെ എനിക്കൊന്ന് കാണണമായിരുന്നു, ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് നിന്ന് കാണാം. അയ്യോ, അവിടേക്ക് പോകാൻ പാടില്ല. അതെന്താ? ഇവിടെ ഇപ്പോ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. എന്നിട്ട് പുറത്ത് ബോർഡൊന്നും കണ്ടില്ലല്ലോ. പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന് എഴുതി വെക്കുന്ന പോലെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലാന്ന് ബോർഡ് വെക്കണ്ടേ? ഇതങ്ങനല്ല. പിന്നെന്താ? ഈ വീട്ടിലെ ഇളയ കുട്ടിയുടെ വയസ്സരിക്കൽ ചടങ്ങ് നടക്കുക, അതുകൊണ്ടാ ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്തത്. സോറി, ഇത്തരം ചടങ്ങുകളൊക്കെ ആഘോഷമായിട്ട് നടത്തുന്ന കാര്യം ഞാൻ ഇപ്പഴാ അറിയുന്നത്. വിസ്മയുടെ പാട്ട് കേട്ടപ്പോ വന്നു ഇതാ. ഞാൻ അവരുടെ വോയിസിന്റെ ഫാനാ. ഞാൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വിസ്മയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. വിസ്മയ മാഡം ഇവിടെ ഇല്ല. ഇല്ലേ? എന്നിട്ട് പാട്ട് കേട്ടതോ? എത്ര ദൂരത്തു നിന്നാണെങ്കിലും ആ വോയിസ് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതും മാഡം പാടിയത് തന്നെയാ, പക്ഷെ അത് റെക്കോർഡഡ് വോയിസ് ആയിരുന്നു എന്ന് മാത്രം. ഇതുപോലുള്ള ചെറിയ പ്രോഗ്രാമുകൾക്കൊന്നും മാഡം പോവാറില്ല. വിസ്മയ ലൈവായിട്ട് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. വല്ലാത്തൊരു എനർജി ഉണ്ടായിരുന്നേ. ഞാൻ വന്നത് വെറുതെ ആയിപ്പോയി. ഇവിടെ ഒരു ആഘോഷം നടക്കുക, അതിന്റെ മധുരം കഴിച്ചിട്ട് പോകൂ.
ഷെയർ ചെയ്യുമ്പോ സന്തോഷം ഇരട്ടിയാവുന്ന. എന്താ സർ? പാട്ട് ശ്രദ്ധിച്ചു വന്നുകൊണ്ട് തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. ഞാനിവിടെ ആദ്യമായിട്ടാ. സാറിന് ഇവിടെ പോകേണ്ടത്? ഇവിടെ എവിടെ ഒരു അമ്പലമില്ലേ, അതിനടുത്തായിട്ടാ കാർ എടുക്കുന്നത്. ഇവിടുന്ന് അവിടെ വരെയുള്ള വഴി ഞാൻ കാണിച്ചു തരാം. താങ്ക് യു. ഹലോ, എൻ്റെ കൂടെ വരുന്നില്ലേ? വഴി കാണിച്ചു തരാൻ എൻ്റെ കൂടെ വരുന്നില്ലേന്ന്. വരൂ. ഏട്ടാ, രാജീവാ. രാജീവേ, ഞാൻ അഖിൽ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മാർക്കറ്റിലെ ഷോപ്പുകളെല്ലാം തുറന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞവൻ്റെ കടയും ഗോഡൌണും ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോളൂ. ഓക്കെ രാജീവ്. ഏട്ടാ, നമ്മൾ ടാർഗറ്റ് ചെയ്ത കക്ഷി മാർക്കറ്റിൽ അവൻ്റെ ഷോപ്പിലുണ്ട്. ഒറ്റയടിക്ക് അറ്റാക്ക് ചെയ്ത് എല്ലാവരും പിടികൂടണം. ഇനി അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കരുത്. അഖിലേ, ഏട്ടാ, ഇവനെന്താ ഇവിടെ പോയി? അഖിൽ, അഖിൽ, അഖിലേ, അഖിലേ. പാട്ട് കേട്ട് അങ്ങോട്ട് വന്നപ്പോ ഈ വഴിയൊന്നും ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. അല്ല, ശ്യാം എത്ര വർഷമായി വിസ്മയുടെ അസിസ്റ്റന്റ് ആയിട്ട്? 3 വർഷമായി. ഓ, ഞാൻ വിസ്മയുടെ മ്യൂസിക് ആൽബങ്ങൾ ശ്രദ്ധിക്കുന്നതും ആ മാജിക് വോയിസ് ആസ്വദിക്കാൻ തുടങ്ങുന്നതും 2 വർഷം മുമ്പാ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണനെ കുറിച്ചുള്ള സോങ്ങുകളാ. അപാരമായ ഭക്തിയും പ്രണയവും ആ ശബ്ദത്തിലപ്പോ അനുഭവിക്കാൻ കഴിയും. ശ്യാമ എന്തോന്നും മിണ്ടാത്ത? അത് സാറ് സംസാരിക്കല്ലേ. ഓ, അത് ശരി. ശ്യാമയ്ക്കൊരു ചാൻസ് കിട്ടുന്നില്ലല്ലേ? അയ്യോ, സോറി. ഏയ്, താൻ എന്റെ കൈ പിടിച്ചപ്പോ ഇതുപോലൊരു സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായതുപോലൊരു ഫീൽ. നമുക്കിടയില് അങ്ങനൊരു ഇൻസിഡന്റ് എപ്പോഴെങ്കിലും? അതൊരിക്കലും സംഭവിക്കില്ല. ആദ്യമായിട്ടാ നമ്മൾ രണ്ടുപേരും ഇത്ര അടുത്തുനിന്ന് സംസാരിക്കുന്നത് തന്നെ. സാറിന് വെറുതെ തോന്നുന്നതാ അത്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒന്ന് തൊടാൻ പോലും കഴിയാത്തത്ര ഉയരത്തിലല്ലേ സാറൊക്കെ ജീവിക്കുന്നത്. ഇത്രയും സമയം സാർ എന്നോട് സംസാരിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. സോ അതുവഴി
മായ 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 നമ്മുടെ മോള് രണ്ടു വർഷം കഴിഞ്ഞു. ഇനിയെങ്കിലും വെന്തുരുകി മരിച്ച നമ്മുടെ മോളുടെ നിലവിളിക്ക് മറുപടി കൊടുക്കണ്ടേ? നമ്മുടെ മകൾക്ക് നിറമില്ല, സൗന്ദര്യമില്ല എന്ന് ആക്ഷേപിച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ച കുടുംബമുണ്ടല്ലോ, ആനന്ദവർമ്മയുടെയും വസുന്ധരയുടെയും കുടുംബം. അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ചിരിച്ച മുഖത്തോടെ ഞാൻ നിൽക്കുമ്പോഴും എന്റെ മോളുടെ ഓർമ്മയിൽ ഹൃദയം മുറിഞ്ഞ് ചോരയൊഴുകുന്നത് എനിക്കറിയാം. നമ്മുടെ മകൾ കത്തിയെരിഞ്ഞ ചാരത്തിൽ നിന്നും ഞാനെടുത്ത് സൂക്ഷിക്കുന്ന ഒരു തീക്കനലുണ്ട്, പ്രതികാരത്തിന്റെ തീക്കനൽ. അരുണിനെ പ്രാണനെ പോലെ സ്നേഹിച്ച നമ്മുടെ മോളെ കറുത്തവളെന്ന് ആക്ഷേപിച്ച വസുന്ധരയ്ക്ക് തിരിച്ചടി കൊടുക്കണം. കൺമുന്നിൽ സ്വന്തം മോള് തീ കൊളുത്തി മരിച്ചു വീഴുന്നത് കണ്ട അമ്മയാ നീ. പ്രതികാരം എങ്ങനെ വേണം നീ പറഞ്ഞോ, ഞാനത് നടപ്പിലാക്കി തരും. നമ്മുടെ മകൾക്ക് പകരം മിസ് കേരളയെ മരുമകളാക്കി അഹങ്കരിക്കുന്ന വസുന്ധര, അവളുടെ ഹൃദയം വേദനിക്കണം, മക്കളെ ഓർത്ത് വിലപിക്കണം. നിറമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ മകളുടെ മനസ്സ് തകർത്ത് അവളെ ഇല്ലാതാക്കിയ അതേ കുടുംബത്തിലേക്ക് നിറം കെട്ട ഒരു പെണ്ണിനെ മരുമകളായി എത്തിക്കണം. വസുന്ധരയുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് അവരുടെ കണ്ണിലെ കറുപ്പായി ഒരു പെണ്ണിനെ അഖിലിന്റെ ഭാര്യയാക്കണം. നിന്റെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരും മായ. സ്വാതിയുടെ പകരക്കാരിയായി വസുന്ധരയുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ്. സ്വന്തം മോള് ദഹിച്ചു തീരുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ പ്രതികാരമാണ്. ആനന്ദവർമ്മയുടെ കുടുംബം നശിപ്പിച്ചിട്ടേ നമ്മുടെ മോളുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യൂ. ഞാനൊരു സത്യം പറയാ ശ്യാമേ, നീ ഇങ്ങനെ വീട് ക്ഷേത്രം എന്ന് പറഞ്ഞ ഒതുങ്ങിയിരുന്നാ ശരിയാവില്ല. നീ ജനിച്ചതേ പാട്ടുകാരിയാവാൻ വേണ്ടിയാ. എനിക്കൊന്നും ആവണ്ടായേ. ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരും. ആര്? എന്റെ കണ്ണൻ. ഞാൻ ആരാവണം, എന്തൊക്കെ ചെയ്യണം, ആരോടൊപ്പം ജീവിക്കണം എന്നൊക്കെ എന്റെ കൃഷ്ണൻ തീരുമാനിക്കും. അയ്യോ, ഈ ഗുളിക കഴിഞ്ഞു. ജയന്തി, എന്താ? അപ്പുവിന്റെ ഗുളിക തീർന്നു. ഓ, മുടക്കം വരില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. മുടക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? മരുന്ന് വാങ്ങുന്ന കാര്യം അരവിന്ദനോട് പറയണമെന്ന് ഞാൻ നിന്നോട് ഓർമ്മിപ്പിച്ചതല്ലേ? ഞാൻ മറന്നുപോയി. നിനക്ക് പൊട്ടും ചാന്തും മേക്കപ്പ് സാധനങ്ങളും വാങ്ങുന്ന കാര്യമാണെങ്കിൽ അരവിന്ദന്റെ പുറകെ നടന്ന് 100 ആവർത്തി പറയുമല്ലോ. എന്റെ ആവശ്യം ഞാൻ വേറെ ആരോട് പറയാനാ?
മരുന്ന് വാങ്ങേണ്ടത് എന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്വമൊന്നും അല്ലല്ലോ. അച്ഛനോ അമ്മയ്ക്കോ പാതിരാത്രി വരെ പാട്ട് കച്ചേരി നടത്തുന്ന മോക്കോ മേടിക്കായിരുന്നല്ലോ. അവൻ ഉച്ചയ്ക്ക് കൊടുക്കാൻ മരുന്നില്ല. ആ നീ ഒന്ന് പോയി വാങ്ങിയിട്ട് വാ. എനിക്ക് തലവേദനയാ. അത് മാത്രമല്ല, വെയിലടിച്ച എന്റെ മുഖം കറുക്കും. ഫേഷ്യൽ ചെയ്തിട്ടേ 2 ദിവസമായിട്ടുള്ളൂ. എനിക്ക് കാലുവേദന ആയതുകൊണ്ടല്ലേ ജയന്തി. മോളെ രാവിലെ പറഞ്ഞു വിട്ടപ്പോ ഓർക്കണായിരുന്നു. ഇനി അവള് വരുമ്പോ പറഞ്ഞു വിട്ടാ മതി. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എങ്കി അതാ നല്ലത്. എന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. പിന്നെ ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നേ? വയ്യാന്ന് ആരോട് പറയാൻ? വീഴുന്നത് വരെ ഓടാ. അപ്പൊ ശരി, പിന്നെ കാണാം. അയ്യോ, നിങ്ങൾ വാ, ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഞങ്ങളില്ലേ. നിന്റെ ചേച്ചിയുടെ വർത്താനം കേട്ടാലേ ഞങ്ങൾക്ക് ചൊറിഞ്ഞു വരും. അതിനെ അരവിന്ദേട്ടൻ എങ്ങനെ സഹിക്കുന്നു? അയ്യോ പാവാടി, മനസ്സിലൊന്നും ഇരിക്കാത്തതുകൊണ്ട് വെട്ടിത്തുറന്ന് പറയുന്നതാ. പാവം, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരി ശരി ശ്യാമേ, പോയിട്ട് വരാം. അമ്മ എവിടേക്കാ? അപ്പുവിന്റെ മരുന്ന് തീർന്നു. ഇപ്പൊ നോക്കിയപ്പോഴാ അറിഞ്ഞത്. അയ്യോ, ഞാനത് രാവിലെ തന്നെ പോയി വാങ്ങണമെന്ന് വിചാരിച്ചതാ. സാരമില്ല, ഞാൻ പോയി വാങ്ങാം. അല്ല, അമ്മ ടൗൺ വരെ പോയിട്ട് വരുമ്പോഴേക്കും വയ്യാതാവില്ലേ? മുട്ടിന് വേദന ഒന്നും മാറിയിട്ടില്ലല്ലോ. ഓ, അതെനി മാറാനൊന്നും പോകുന്നില്ല. അപ്പുവിന്റെ കാര്യം ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാനത് കൃത്യമായിട്ട് ഓർത്ത് വാങ്ങി വെക്കേണ്ടതായിരുന്നു. എന്റെ കുഴപ്പ. ഞാൻ തന്നെ പോയി വാങ്ങിക്കോളാം. അമ്മ അതിങ്ങിതാ. ഇന്നലത്തെ പ്രശ്നങ്ങൾ കാരണം അരുന്ധതി മാഡത്തിന്റെ കയ്യിൽ നിന്ന് ചെലവ് കാശ് പോലും കിട്ടിയില്ല. അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാനിത് വാങ്ങില്ലായിരുന്നു. നീയും അരവിന്ദനും വാസുവേട്ടനും തരുന്ന കാശിന്ന് ഞാൻ മിച്ചം പിടിച്ചതാ. ഇത് നിങ്ങൾ തന്നെ തന്ന കാശ. ഞാൻ സൂക്ഷിപ്പുകാരിയാണെന്നല്ലേ ഉള്ളൂ. പോയിട്ട് വേഗം വാ. സർ, ആ ഷോപ്പിന്റെ മറവിലാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത്. ആ ഷോപ്പിൽ ഒരാൾ ഇരിപ്പില്ലേ, അയാളാണ് പ്രധാന കക്ഷി. ഓർഡർ എടുക്കുന്നതും സപ്ലൈ ചെയ്യുന്നതും ആ ഷോപ്പിലൂടെയാണ്. ഹോൾസെയിൽ ബിസിനസ്സിന് ആവശ്യമായ സ്റ്റോക്ക് വെക്കാൻ ആ കടയിൽ അടവില്ല. മസാല പൗഡർ നിർമ്മിക്കുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും ഒക്കെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. രാജുവേട്ടാ, ഇതിന് സമീപത്ത് തന്നെയായിരിക്കും അവന്റെ ഗോഡൌൺ. സർ, നമ്മുടെ ആളുകൾ 2 ദിവസമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓർഡർ ചെയ്യുന്നവർക്ക് അരമണിക്കൂറിനകം പാഴ്സലാക്കി കൊടുക്കും. എങ്കിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ആദ്യം പോയി ഓർഡർ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ല്. അയാൾ വിപുലമായിട്ട് ബിസിനസ് നടത്തുമ്പോൾ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവും. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ രാജീവേട്ടൻ ഒന്നും സംഭവിക്കാതെ നിങ്ങൾ നോക്കിക്കോണം. അപ്പൊ നീയോ? ഇവിടെ എന്ത് യുദ്ധം നടന്നാലും അവന്റെ കള്ളക്കച്ചവടം അവസാനിപ്പിച്ചിട്ടേ ഞാൻ തിരികെ പോകും. നീയല്ല, നമ്മൾ. എന്താ? ഞാൻ കൊല്ലത്ത് പള്ളിമുക്കിൽ ഒരു കട തുടങ്ങിയ എന്റെ ഒരു ഫ്രണ്ടാ ഇവിടുത്തെ അഡ്രസ് തന്നത്. കറി പൗഡറുകൾക്കും മസാലകൾക്കും എല്ലാം കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതിനേക്കാൾ ഇവിടെ വിലക്കുറവാണെന്ന് അറിഞ്ഞു. നമുക്കിപ്പോ വർമാസിന്റെ പ്രോഡക്റ്റേ ഉള്ളൂ. അത് മതി. ആളുകൾ ചോദിച്ചു വാങ്ങുന്ന പ്രോഡക്റ്റ് ആണല്ലോ. അതെ. എനിക്കിപ്പോ മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് 300 പാക്കറ്റ് വേണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സ്റ്റോക്ക് ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. ഓക്കെ. ഏട്ടാ, അയാള് എവിടേക്ക് പോയല്ലോ? ഇനി സംശയം തോന്നിട്ടാണോ? ഏയ്, അയാള് ഗോഡൌണിലേക്ക് പോകാനാ സാധ്യത. നീ എവളുമായിട്ട് சொல்லுവാടാ? ഭാര്യ എത്ര നേരമായിട്ട് വിളിക്കുന്നു? ഭാര്യ വേറെ ആരാണെങ്കിലും ഭാര്യ ആയിരിക്കും. ദേ, ഒരു 300 പാക്കറ്റിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അർജന്റാ. ഞാൻ ഇപ്പൊ തന്നെ ലിസ്റ്റ് തരാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിറച്ച് റെഡിയാക്കണം. ഒരു സേഫ്റ്റി സൈഡിന് നമ്മൾ പോണോ? ആരാ നീ?
ഒരു പാവം ബിസിനസ്സുകാരനാ. ആ ഗോഡൌണിൽ എത്ര പേരുണ്ടെങ്കിലും അഖിൽ ഒറ്റയ്ക്ക് നേരിട്ടോളൂ. നിനക്കെന്താണ് ഇവിടെ കാര്യം? പർച്ചേസിങ്ങിന് വന്നതാ. നമ്മുടെ അനിയനല്ലേ, മോശമാവൂ? ഞങ്ങളുടെ ചോറിൽ മണ്ണ് വാരി ഇടുന്നവന്മാരെ മൊത്തത്തിലങ്ങ് പർച്ചേസ് ചെയ്യാൻ വന്നതാ. അടിച്ചു കൊല്ലണവനെ. ഇത്ര വിലയുണ്ടോ? ആ എടുത്തോളൂ. ആവശ്യമുള്ള നോക്കിയെടുക്കും. 20 രൂപ. 2 എണ്ണം. എന്റെ അനിയന് ഭയങ്കര ഇഷ്ടം. ഏട്ടാ, ഇനി നമുക്ക് ഇടപെടാം. താൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസ് ഫോഴ്സിനോട് എത്താൻ പറയും. ഓക്കെ. അപ്പോ എങ്ങനെയാ ഏട്ടാ, നമ്മള് കളത്തിലേക്ക് ഇറങ്ങാല്ലേ? വാടാ. കുഞ്ഞിനെ കൊണ്ടുപോ. എന്താണോ ഇത്? സ്വന്തം കുഞ്ഞിന്റെ കാര്യം ഇത്രയും ശ്രദ്ധയുള്ളൂ? അയ്യോ മോളെ, ഒന്നും പറ്റിയില്ലല്ലോ. ഞാൻ കടയിലെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കാണാതെ ഇറങ്ങി പോന്നതാ ഇവള്. ഇവിടെ മാർക്കറ്റിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. അത് കണ്ടിട്ട് ഇവള് പേടിച്ചു. നിങ്ങളാ എന്റെ മോളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിന് പകരമായിട്ട് നിങ്ങളെ നിങ്ങളുടെ കുട്ടികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സോറി, ഞാൻ വിചാരിച്ചു ആ കുട്ടി തന്റേതാന്ന്. സ്വന്തം ബന്ധം നോക്കിയിട്ടാണോ മറ്റുള്ളവരെ രക്ഷിക്കുന്നത്? അതിന് മനുഷ്യത്വം ഉണ്ടായാൽ മതി. അല്ല, എന്നാലും നമ്മളെ കണ്ട ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തോന്നും. ഇവന്മാരെ വെച്ച് ബാക്കിയുള്ളവരെ ഞാൻ പൊക്കിക്കോളാം. ഇവന്മാരുടെ ഗോഡൌൺ പൂട്ടി സീൽ ചെയ്യണം. സാർ